Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇതിന് മുന്നേ ആയിട്ട് കുറച്ച് നെക്കിൻ്റെ പാറ്റേൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ഇന്ന് അതാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ എടുത്ത് ഫോൾഡ് ചെയ്തിട്ട് അതിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ചെയ്യുന്നത് കാരണം പേപ്പറിൽ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് നമ്മൾ നെക്ക് പാറ്റേൺസ് ചെയ്യുന്നുണ്ട്. കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് മാർക്കർ എടുത്തത്. നേരത്തെ പെൻ വെച്ച് വരച്ചപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ മെറ്റീരിയൽ എടുക്കുക, ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫുള്ളായിട്ടുള്ള മെറ്റീരിയലാണല്ലോ എടുക്കുക, ബാക്കി ബോഡിയൊക്കെ മാർക്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഫോൾഡഡ് പോർഷനിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ അറിയുന്ന കാര്യമല്ലേ. നമുക്കപ്പോൾ മാർക്കിങ്ങിലേക്ക് കിടക്കാം. നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് വിഡ്ത്ത് 3 ഇഞ്ചും ഡെപ്ത്ത് 6.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ടേപ്പൊന്നും എടുക്കുന്നില്ല. നിങ്ങൾ ടേപ്പൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്യണം. 3 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് മുകളിലേക്ക് ഇനി കണക്ട് ചെയ്യാം. മുകളിലും 3 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഞാൻ പേപ്പർ ആയതുകൊണ്ട് കൂടുതലൊന്നും കാണിക്കാത്തതാണ് കേട്ടോ. 6.5 ഇഞ്ച്. ഇനി നമ്മൾ ഇതിനുള്ളിലാണ് ആദ്യത്തെ പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ഒരു 6.5 മാർക്ക് ചെയ്തല്ലോ, അവിടെ മുകളിലായിട്ട് താഴത്തേക്ക് നമ്മൾ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ടേപ്പ് എടുത്തിട്ട് 4 ഇഞ്ച് താഴത്തേക്ക് കിട്ടുന്ന രീതിയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രഞ്ച് കർവ് എടുക്കുക. എപ്പോഴും ഫ്രഞ്ച് കർവ് എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഫ്രഞ്ച് കർവ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു 4ലും സെൻറ്ററിലും ഇടണം. അല്ലെങ്കിൽ ഇതിങ്ങനെ ചരിച്ച് വയ്ക്കാം. ഇതിങ്ങനെ മാറ്റുന്നതനുസരിച്ചിട്ട് പാറ്റേൺ അതിനനുസരിച്ച് ചേഞ്ച് ആവും. നിങ്ങളത് 3 ഒന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പല ടൈപ്പിൽ തന്നെ ഇതിൽ വരയ്ക്കാം, ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ. അപ്പോൾ നമ്മളിതാ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് പാറ്റേൺ വന്നിട്ടുള്ളതെന്ന്. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ലൈനിന് മുകളിലൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ പാറ്റേൺ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല, താഴെ വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടൊരു കളറുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഇട്ടിട്ട് കാണിച്ചു തരാവേ. ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലേ, ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചില കഴുത്തിന് മാത്രം നമുക്ക് മെഷർമെൻറ്റ്സിൽ ചേഞ്ച് വരും, അല്ലാത്തതിന് സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഓരോ നെക്കിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്തത് നോക്കാം. ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ടേപ്പ് എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴത്തേക്കുള്ള ഡെപ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചാണ് ഡെപ്ത്ത് എടുക്കുന്നത്. 3 ഇഞ്ച് തന്നെ ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നെക്ക് എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടേപ്പ് വെച്ച് തന്നെ വരയ്ക്കാം. ഞാൻ ആ മെറ്റീരിയലിൻ്റെ പുറത്ത് വെച്ച് വരയ്ക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ സ്കെയിലില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ദാ നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മുടെ പാറ്റേൺ മാർക്ക് ചെയ്യാം. കണ്ടോ, ഞാനവിടെ 6.5 ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. പക്ഷേ 6.5 അല്ല, ഞാൻ 6 ആണ് എടുത്തത്. എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ്, അത് നോക്കിക്കോണം കേട്ടോ. ഇനി നമുക്ക് 1 ഇഞ്ച് ഹൈറ്റിൽ ഇങ്ങോട്ടേക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അതേപോലെ തന്നെ അടുത്ത മാർക്കിങ് ചെയ്യാം. 1 ഇഞ്ച് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് നീക്കിയെടുക്കണം. അതായത് ഉള്ളിലേക്ക് നീക്കി 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു ഫ്രഞ്ച് കർവ് എടുക്കാം. അതിനുശേഷം ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ഒരു കർവ് ഉള്ളിലായിട്ട് വരച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ രണ്ടാമത് വരച്ചിട്ടുള്ള ആ ഒരു പോയിൻ്റ് കണ്ടോ, അവിടെയാണ് നമ്മൾ മുട്ടിച്ച് ഫ്രഞ്ച് കർവ് ഇതേപോലെ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു വരച്ച് തീർന്ന പോർഷൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ ഉള്ളിലേക്കാക്കിയിട്ട് തള്ളി വരയ്ക്കാം. അത് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് പയ്യെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട്, അത് ഒരുപാട് വേണ്ട, ഒരു 1/4 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് അതിൻ്റെ പുറമേ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലൈൻ വന്ന് കർവിൽ മുട്ടുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രീ ഹാൻഡ് വെച്ച് തന്നെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് താഴത്തേക്ക്
ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ആ ഒരു കൂട്ടിമുട്ടുന്ന പോർഷൻ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ? നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് കിട്ടിയിട്ടുള്ളതെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാകും. അപ്പോൾ കറക്റ്റായിട്ട് അതിന് മുകളിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം മെറ്റീരിയൽ വേസ്റ്റായി പോകാൻ ഏറ്റവും ചാൻസ് ഉള്ളൊരു കാര്യമാണ് നെക്ക് കട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഫുള്ളായിട്ട് തന്നെ പോകുന്നതാണ്. സെൻറ്റർ പോർഷനിൽ നിന്നാണല്ലോ നമ്മൾ കട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. കണ്ടോ? ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ചുരിദാറിനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ്. അതേപോലെ തന്നെ നമ്മൾ പെപ്ലം ടോപ്പൊക്കെ ചെയ്യില്ലേ, അപ്പോൾ ഈ ഒരു നെക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പാറ്റേണിലേക്ക് പോകാവേ. നെക്സ്റ്റ് പാറ്റേണിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പർ എടുത്തിട്ട് ഇതാ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പ് പോലും മിസ് ചെയ്യാണ്ട് കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്തു പോകുന്നത്. ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്. നിങ്ങൾക്ക് ലാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ 2x കുറച്ച് സ്പീഡിലാക്കി കണ്ടാലും മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മെറ്റീരിയൽ എടുത്ത് ഫോൾഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്യാണ്. വിഡ്ത്ത് കൊടുത്തു. ഇനി നമുക്ക് ഡെപ്ത്തും കൂടെ മാർക്ക് ചെയ്യണം. ഇതിനെ ഡെപ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് എന്നൊക്കെ പറയും. നെക്കിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ നെക്കിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തു. നമുക്ക് മെഷർമെൻറ്റ് എഴുതാം. ഇവിടെ 3 ഇഞ്ച് തന്നെ, ഇവിടെ 6 ഇഞ്ച്. കണ്ടോ? ഇനി നമുക്കിതിനുള്ളിലായിട്ട് നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ടേപ്പ് വയ്ക്കുക. ഇനി താഴത്തേക്കാണ് മെഷർമെൻറ്റ് വരുന്നത്. നമ്മളിവിടെ താഴത്തേക്ക് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. കണ്ടോ? 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ 3 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും തമ്മിൽ നമ്മളൊരു കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് നമുക്ക് എന്ത് വേണം? ഫ്രഞ്ച് കർവ് വേണം. ഫ്രഞ്ച് കർവിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഈ ഒരു 2 പോയിൻ്റ് എന്ന് പറയുന്നത് ചെറിയ ഡിസ്റ്റൻസാണ്. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ ചെറിയൊരു കർവാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ വലിയ പോർഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭംഗിയാവില്ല. നമുക്ക് വേണമെങ്കിൽ ചെറിയ പോർഷനാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കത് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് വലിയ പോർഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിക്കുക. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്കുള്ളിൽ പാറ്റേൺ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ പേപ്പർ യൂസ് ചെയ്തിട്ട് ഓരോ നെക്കൊക്കെ വെട്ടി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്പ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ പേപ്പറൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പാറ്റേൺസൊക്കെ ഒന്ന് വരച്ച് വെട്ടിയൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതാ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടത്. കണ്ടോ? ആ ഒരു കർവൊക്കെ കറക്റ്റായിട്ട് തന്നെ വെട്ടിയെടുക്കുക കേട്ടോ. നമുക്കിതിന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടിയിട്ടുള്ളത്. കണ്ടോ? ഇത് ഞാനിപ്പോൾ കൂടുതലും ചെയ്തിട്ടുള്ളത് കുർത്തിക്കും അതേപോലെ ചുരിദാറിനൊക്കെ ചേരുന്ന ടൈപ്പ് നെക്കാണ് കേട്ടോ. നിങ്ങൾക്കിതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അപ്പോൾ നമുക്കിനി അടുത്ത പാറ്റേണിലോട്ട് പോകാവേ. മെറ്റീരിയൽ എടുക്കുന്നുണ്ട്, ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഇതേപോലെ 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ ഒരു പോയിൻറ്റിൽ നിന്ന് തന്നെ മുകളിലേക്ക് 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? ഇനി ആ സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് മുകളിലേക്കും കൂടെ സെയിം രീതിയിലൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വരയ്ക്കാനായിട്ട് നമ്മൾ ഫ്രഞ്ച് കർവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഒരു കർവാണ് വേണ്ടത്. കർവ് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ത്രികോണത്തിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ലെങ്തിൻ്റെ ലൈനിലും കൂടെ മുട്ടുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് കർവ് വരച്ചിട്ടുള്ളത്. ഇതിൻ്റെ അളവ് ഞാൻ എഴുതാൻ വിട്ടുപോയിരുന്നു. ഇവിടെ 7 ഇഞ്ചും താഴെ 3 ഇഞ്ചുമാണ് ഡെപ്തും വിഡ്ത്തും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇത്രയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഈ ഒരു ട്രയാങ്കിൾ അതേപോലെ തന്നെ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഇറക്കി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു തമ്മിൽ കണക്റ്റ് ആവാത്ത ഒരു ഓപ്പണിംഗ് വരാതെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക്
അവിടെ ഒരു 2 പോർഷനായിട്ട്, അതായത് സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ഓപ്പണായി കിടക്കണോ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ലോക്ക് വേണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും കേട്ടോ. കണ്ടോ, ആ ഒരു സെൻറ്റർ പോർഷനിൽ അവിടെ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ആക്കി ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാറ്റേൺ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കാവേ. അടുത്തതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മെറ്റീരിയൽ എടുക്കുക, മാർക്കിംഗ് ഒക്കെ കൊടുക്കുക. നമ്മളത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് കർവാണ് കേട്ടോ വേണ്ടത്. ഫ്രഞ്ച് കർവ് എടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻറ്ററിലായിട്ട് ചെറിയൊരു കർവ് ഉൾഭാഗം വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ചെറിയൊരു കർവ് വരച്ചു. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വലിയൊരു കർവ് കൂടെ വെച്ചിട്ട് ഒരു റൗണ്ട് രീതിയിൽ കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, നേരെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ മെഷർമെൻറ്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഡെപ്ത്ത് 6.5 ഇഞ്ചും വിഡ്ത്ത് 3 ഇഞ്ചും ആയിരുന്നു കേട്ടോ. നമ്മളപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ആ താഴത്തെ കർവും മുകളിലത്തെ കർവും തമ്മിൽ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പാറ്റേണിലെ പോലെ കണക്ട് ചെയ്തിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ടാണെങ്കിലും വരയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാവേ. ഡെപ്ത്തും വിഡ്ത്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴത്തേക്ക് ഒരു 3 ഇഞ്ച് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാർക്കിങ്ങും കൂടെ നമുക്ക് വരുന്നുണ്ട്. 3 ഇഞ്ച് കൊടുത്തതിന് നേരെ താഴത്തേക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ. ഞാനപ്പോൾ മെഷർമെൻ്റ് ഒന്നും ടേപ്പിന് എടുക്കുന്നില്ല കേട്ടോ, എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതിലൊരു ചെറിയ കർവ് വരച്ചു കൊടുക്കാം. ചെറിയ കർവൊക്കെ നമുക്ക് ഉൾവശം കൊണ്ട് വരയ്ക്കാവേ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് 2 പോയിൻറ്റിലും മുട്ടുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് കർവ് ഇതേപോലെ വരച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഫ്രഞ്ച് കർവ് തന്നെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തുടക്കത്തിൽ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. 1.5 ഇഞ്ചിൻ്റെ എൻഡിലായിട്ട് 1 ഇഞ്ച് മുട്ടിക്കുക, മറ്റേത് നമുക്ക് സെൻറ്ററിലോട്ടും കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ചെറിയൊരു വളവുള്ള ഒരു ലൈനായിരിക്കും അത് കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല, ചെറിയൊരു വളവുണ്ടാവും. അതുപോലെ തന്നെ ആ 3 ഇഞ്ചിലും നമുക്ക് അതേപോലെ ഒരു കർവ് വരയ്ക്കാം. അത് 1.5 ഇഞ്ചിനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കുമേ. ഇനി നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും. നമുക്കിപ്പോൾ കട്ട് ചെയ്ത് നോക്കാം. കർവൊക്കെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുത്ത് കട്ട് ചെയ്താലും മതി കേട്ടോ. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കർവ് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. കണ്ടോ, നമുക്കിത് ഈ ഒരു രീതിയിലാണ് ഈ ഒരു നെക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഇത്രയാണ് കാണിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോവും. അടുത്ത വീഡിയോ പുറകെ ഇടാം കേട്ടോ. ടാറ്റാ.